ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 46-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 46-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 435 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 47-ാമത്തെ ശ്ലോകം പഠിക്കാം. ശ്ലോകം വായിക്കാം. അനിർവിണ്ണസ്തവിഷ്ടോ ഭൂഹോ ധർമ്മയൂപോ മഹാമഖഃ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമക്ഷാമസമീഹനഃ. ഇനി നമുക്കിതിൽ 10 നാമങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അനിർവിണ്ണഃ, സ്തവിഷ്ടഃ, അഭൂഹു, ധർമ്മയൂപഃ, മഹാമഖഃ, നക്ഷത്രനേമിഃ, നക്ഷത്രീ, ക്ഷമഃ, ക്ഷാമഃ, സമീഹനഃ. ഒന്നുകൂടെ പറയാം. അനിർവിണ്ണഃ, സ്തവിഷ്ടഃ, അഭൂഹു, ധർമ്മയൂപഃ, മഹാമഖഃ, നക്ഷത്രനേമിഃ, നക്ഷത്രീ, ക്ഷമഃ, ക്ഷാമഃ, സമീഹനഃ. ഇനി നമുക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. അനിർവിണ്ണസ്തവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖഃ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമക്ഷാമ സമീഹനഃ. സ്തവിഷ്ടോ ഭൂർധർമ്മയൂപോ. ഒന്നിച്ചും ചൊല്ലാം. സ്തവിഷ്ടോ ഭൂഹു ധർമ്മയൂപോ മഹാമഖ. അങ്ങനെയും ചൊല്ലാം. ആദ്യത്തെ നാമം അനിർവിണ്ണഃ. അനിർവിണ്ണഃ മനം മടുപ്പ് അഥവാ ഖേദമില്ലാത്തവൻ. നിർവിണ്ണൻ എന്നാൽ ഇഷ്ടപ്രാപ്തി അസാധ്യമായതുകൊണ്ട് മനം മടുത്ത് ദുഃഖത്തിൽ നിന്ന് വലയുന്നവൻ, ദുഃഖത്തിൽപ്പെട്ട് വലയുന്നവൻ. ദുഃഖത്തിൽ നിന്നല്ല, ദുഃഖത്തിൽപ്പെട്ട് വലയുന്നവൻ. എല്ലാ ഇച്ഛകളും സങ്കല്പമാത്രത്താൽ കൈവരുന്ന എല്ലാ സൽഗുണ സമ്പന്നനായ 6 ഗുണങ്ങളും തികഞ്ഞ മഹാധനനായ, എല്ലാ ഭോഗങ്ങളും തികഞ്ഞതും എല്ലാ ഗുണങ്ങളും നിറഞ്ഞവനും മഹാധനനുമായ ആ ഭഗവാന് യാതൊരു മനംമടുപ്പിനും അവകാശമില്ല. അതുകൊണ്ട് ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണു അനിർവിണ്ണൻ. അനിർവിണ്ണൻ. അടുത്ത നാമം സ്തവിഷ്ടഃ. സ്തവിഷ്ടഃ എന്ന് പറഞ്ഞാൽ അതിശയകരമായ സ്ഥൂലതയുള്ളവൻ. സ്ഥൂലത, അതായത് നമ്മൾ ഒരു നാമം 53-ാമത്തെ നാമം പഠിച്ചു അല്ലേ? 53. വിരാട് സ്വരൂപൻ എന്നവിടെ അർത്ഥം പറഞ്ഞ്. അപ്പോൾ ഭഗവത്ഗീത വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ ചോദിച്ചതുകൊണ്ട് ഭഗവാൻ തൻ്റെ കാലസ്വരൂപം കാണിച്ചു കൊടുത്തു, ആ വിരാട് രൂപം. അപ്പം അതിൽ ഭഗവാൻ അർജുനൻ കണ്ട ആ രൂപം എല്ലാ ദിക്കുകളും, സ്വർഗവും ഭൂമിയും അന്തരീക്ഷവും എല്ലായിടത്തും വ്യാപിച്ച് 3 ലോകങ്ങളും കടന്നു നിൽക്കുന്ന ഉഗ്രമായ ആ രൂപം, അതിനെയാണ് ഇവിടെ, അത് അർജുനൻ ഭയത്തോടെ നോക്കി സ്തുതിക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സ്തവിഷ്ടൻ എന്ന് പറയുന്ന ഭഗവാനെ. അപ്പം വ്യാപൃഥിവ്യോ ഒരിതമന്തരം ഹി. ദ്യാ എന്ന് പറഞ്ഞാൽ സ്വർഗം, പൃഥ്വി എന്ന് പറഞ്ഞാലോ ഭൂമി, വ്യോ എന്ന് പറഞ്ഞാൽ ആകാശം, ഇതം അന്തരം ഹി വ്യാപ്തം, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന എന്നർത്ഥം. ത്വയി ഏകേന നിശശ്ച സർവാഹ ദൃഷ്ട്വാത് ഭൂതം രൂപമിതം തവ ഉഗ്രം ലോകത്രയം പ്രവർത്തിതം മഹാത്മനെന്ന്.
ഇനി അതിൻ്റെ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ അന്തരാത്മാവാകുന്ന മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്നത് ശിരസ്സു ലോകവും, കണ്ണുകൾ സൂര്യേന്ദ്രന്മാരും, ചെവി ദിക്കുകളും, വാക്ക് വേദങ്ങളും, പ്രാണൻ വായുവും, ഹൃദയം ഈ ജഗത്തുമാകുന്നു. അല്ലേ? ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുപോലെ മുണ്ടകോപനിഷത്തിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അല്ല, മുണ്ടകോപനിഷത്തിലും അഗ്നിർമൂർത്ത ചക്ഷുഷി സൂര്യചന്ദ്രൗ മൂർത്താവ് അല്ലേ? മൂർത്താവ് അഗ്നിയാണ്. ചക്ഷുഷി സൂര്യചന്ദ്രവും, 2 കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ്. ദിശഹ ശ്രോത്രേ ചെവികൾ ദിക്കുകളാണ്. വാഗ്വി വൃതാശ്ച വേദാഹ വാക്ക് അത് വേദങ്ങൾ. വായു പ്രാണൻ. ഹൃദയം വിശ്വം അല്ലേ? പ്രാണോ ഹൃദയം വിശ്വമസ്യ പൽഭ്യാം പൃഥ്വീഹേഷ സർവഭൂത അന്തരാത്മാ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവാകുന്ന മഹാവിഷ്ണു എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ആത്മാവായ വൈശ്വാനരന് സുതേജസായ ഭൂലോകം മൂർത്താവ് തന്നെയാകുന്നുവെന്നും വിശ്വരൂപനായ ആദിത്യന് ചക്ഷുസ്സും പ്രാണനുമാകുന്നു. പിന്നെ ബഹുലമായ ആകാശം ശരീരമാണെന്ന് പറയുന്നു. അതുകൊണ്ട് മഹാവിഷ്ണു സ്തവിഷ്ടൻ എന്ന് മുണ്ടകോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ചാന്തോക്യ ഉപനിഷത്തിലും അത് സെയിമാണ് പറയുന്നത്. അപ്പം നക്ഷത്രമണ്ഡല രൂപമായതുകൊണ്ട് ശിംശുമാരനെന്നും പറയുന്നുണ്ട് ഭഗവാന്. ഇനി അഭൂഹു അടുത്ത നാമം. അഭൂഹു 3 അർത്ഥമുണ്ട്.